എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകമാണ്. ആദ്യത്തെ പാഠം അമൃതം. നോക്കൂ, ഇവിടെ മനോഹരമായൊരു ചിത്രം നൽകിയിട്ടുണ്ടല്ലേ. ഒരു മരച്ചുവട്ടിൽ ക്ഷീണിതനായ ഒരു വൃദ്ധൻ ഇരിക്കുന്നു. അടുത്ത് തന്നെ ഒരു പെൺകുട്ടിയും നിൽക്കുന്നത് നമുക്ക് കാണാം. ഇതൊരു കഥയാണ്. ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ വിശപ്പ് എന്ന കഥയിൽ നിന്നാണ് ഈ പാഠഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കഥ വായിച്ചാലോ? അവൾ കുട്ടികൾക്കിടയിൽ കയറി എത്തി നോക്കി. അവിടെ എല്ലും തോലുമായ ഒരു വൃദ്ധൻ കിടന്നു ഞരങ്ങുകയാണ്. എന്തെങ്കിലും കഴിക്കാനായി അയാൾ ചുറ്റും നിൽക്കുന്നവരോട് കൈനീട്ടുന്നു. കുറേ കുട്ടികൾ അയാളെ കളിയാക്കുന്നുമുണ്ട്. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ആ വൃദ്ധൻ അവളെ കണ്ടു. അയാൾ മെലിഞ്ഞുണങ്ങിയ കൈകൾ നീട്ടി അവളോടെന്തോ പറഞ്ഞു. ചില കുട്ടികൾ അപ്പോഴും കൂക്കി വിളിച്ചു. അവൾ പിന്നൊന്നും ചിന്തിച്ചില്ല. ബാഗ് തുറന്ന് ചോറ്റുപാത്രം പുറത്തെടുത്തു. അതിലെ മുഴുവൻ ചോറും അവൾക്കേറെ ഇഷ്ടമുള്ള മുളക് ചമ്മന്തിയും അയാളുടെ കൈവെള്ളയിലേക്ക് പകർന്നു കൊടുത്തു. അയാളുടെ കുഴിഞ്ഞ കണ്ണുകൾ നനഞ്ഞു. ആർത്തിയോടെ അയാൾ ചോറ് തിന്നു തുടങ്ങി. അവസാനത്തെ വറ്റും അയാളുടെ വയറ്റിലെത്തുന്നതുവരെ അവൾ നോക്കി നിന്നു. അവൾക്കെന്തോ പെട്ടെന്ന് കരച്ചിൽ വന്നു. അത് സന്തോഷം കൊണ്ടായിരുന്നു. കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടോ? എന്താണിതിൽ പറയുന്നത്? ഒരു വിശന്ന് വലഞ്ഞ ഒരു വൃദ്ധൻ, എല്ലും തോലുമായിട്ടുള്ള ഒരു വൃദ്ധൻ അല്ലേ. അദ്ദേഹം അവിടെ എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം യാചിക്കുകയാണല്ലേ. എന്തെങ്കിലും തരുമോ, എന്തെങ്കിലും കഴിക്കാനായിട്ട് അദ്ദേഹം ചുറ്റും നിൽക്കുന്നവരോട് കൈ നീട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്തു? കുറേ കുട്ടികൾ അയാളെ കളിയാക്കുന്നുണ്ട് അല്ലേ. ചിലപ്പോൾ അങ്ങനെയാണ്. ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചിലപ്പോൾ കളിയാക്കിയെന്ന് വരും അല്ലേ. അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി എന്നാണ് പറയുന്നത്. അവൾ എന്താ ചെയ്തെന്ന് നോക്കൂ. അവൾ എന്ത് ചെയ്തു? അയാളുടെ മെലിഞ്ഞുണങ്ങിയ കൈകളിലേക്ക് അവളുടെ ഇഷ്ടപ്പെട്ട ചോറും മുളക് ചമ്മന്തിയും ഒക്കെ പകർന്നു കൊടുത്തു അല്ലേ. അവളൊന്നും ചിന്തിക്കാതെ അവൾക്കുള്ളതെല്ലാം തന്നെ ആ വൃദ്ധന് കൊടുക്കാൻ തയ്യാറായി അല്ലേ. അവൾ കഴിക്കേണ്ട ഭക്ഷണമാണല്ലേ. അവൾ അത് മുഴുവനും ആ വൃദ്ധന് കൊടുക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ആർത്തിയോടെ അത് കഴിച്ചു. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരെ സഹായിച്ചിട്ടുള്ളത്? നിങ്ങളുടെ ക്ലാസ്സിലെ തന്നെ കുട്ടികൾക്ക് പെൻസിലോ പേനയോ ഒന്നുമില്ലാതെ അവർ സ്കൂളിൽ വരുമ്പോൾ അല്ലെങ്കിൽ എക്സാമിന് വരുമ്പോഴൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള പെൻസിലും ഇറേസറും ഒക്കെ കൊടുത്തിട്ടുണ്ടാകുമല്ലേ. പിന്നെങ്ങനെ ചെയ്തിട്ടുണ്ട്? നിങ്ങളുടെ വീടുകളിൽ തന്നെ ഒരുപാട് പേര് വരാറുണ്ടല്ലേ. എന്തെങ്കിലും തരണമേന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ടാകുമല്ലേ. അവർക്കൊക്കെ വിശപ്പിന് വേണ്ടിയിട്ട് അവർക്ക് പൈസയും അതുപോലെ നിങ്ങളുടെ ഡ്രസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ എന്തു പറ്റി? അയാളുടെ കണ്ണുകളൊക്കെ നനഞ്ഞു അല്ലേ. ആർത്തിയോടെ അദ്ദേഹം ചോറൊക്കെ തിന്നു തുടങ്ങി. എല്ലാ ചോറും കഴിക്കുന്നവരെ ആ പെൺകുട്ടി നോക്കി നിന്നെന്നാണ് പറഞ്ഞത് അല്ലേ. അവൾക്കെന്തോ പെട്ടെന്ന് കരച്ചിൽ വന്നു എന്ന് പറയുന്നു. അത് സന്തോഷം കൊണ്ടായിരുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? നിങ്ങളും മറ്റുള്ളവരെ സഹായിച്ചിട്ടില്ലേ? അത് കണ്ടപ്പോൾ ആ കൊച്ചു പെൺകുട്ടിക്ക് കരച്ചിൽ വന്നു. സന്തോഷം കൊണ്ടാണ് ആ കുട്ടിയുടെ കണ്ണിൽ കരച്ചിൽ വന്നത്. ഇപ്പം നമ്മളും അതുപോലെ മറ്റുള്ളവരൊക്കെ സഹായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നാറുണ്ടല്ലേ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന ആൾക്കാരെയോ സഹായിക്കുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സിലൊരു സന്തോഷമൊക്കെ തോന്നിക്കാണും അല്ലേ. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചത് എങ്ങനെയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരെ സഹായിച്ചതെന്ന് ഓർത്തു നോക്കിക്കൊണ്ട് ഒരു ചെറിയ അനുഭവക്കുറിപ്പ് നിങ്ങൾ എഴുതണം. ഒരു കഥ പോലെ തന്നെ എഴുതാൻ കൂട്ടുകാർ ശ്രമിക്കണം. എവിടെയാണ്, എപ്പോഴാണ് എന്നുള്ള വ്യക്തമായ രീതിയിൽ നിങ്ങളെല്ലാവരും നോട്ട്ബുക്കിൽ ഒരു അനുഭവം എഴുതി വയ്ക്കണം. ഓക്കേ.